ചാലക്കുടിയിൽ ഡെങ്കിപ്പനി പടരുന്നു. നോർത്ത് ചാലക്കുടിയിൽ ഒരു സ്ഥാപനത്തിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രണ്ടു മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്ന് പ്രതിഷേധിച്ചു. കുന്നുകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു. എഡിഎമ്മുമായി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. മതിലകത്ത് മോഷണ കേസിൽ അറസ്റ്റായ പ്രതി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. മടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് രക്ഷപ്പെട്ടത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചാലക്കുടിയിൽ ഡെങ്കിപ്പനി പടരുന്നു. നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിലായി 50ഓളം ആളുകൾ ഡെങ്കിപ്പനി രോഗലക്ഷണത്തോടെ ചികിത്സ തേടി. ഇതിൽ പകുതിയോളം പേർ അതിഥി തൊഴിലാളികളാണ്. നോർത്ത് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലെ ഒരു സ്ഥാപനത്തിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മേഖലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗം വൈകിയതായി ആക്ഷേപമുണ്ട്. ആനമല ജംഗ്ഷനിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ വിവിധ സ്ഥാപനങ്ങളിലുള്ളവർക്കും ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 2 മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്ന് പ്രതിഷേധിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ.എ. അഫ്സൽ, സുരേഷ് പനാട്ടിൽ, നിസാർ എറിയാട് എന്നിവരാണ് നീന്തൽ സമരത്തിൽ പങ്കെടുത്തത്. മുനമ്പം കടവിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടിയ ശേഷമാണ് സമരക്കാർ മടങ്ങിയത്. അഴീക്കോട് ഇർഷാദ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഡിസിസി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കെ.എ. അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, കെ.എസ്.യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസ്ഹാഖ് ഹുസൈൻ, കെ.എസ്. ഷുഹൈൽ തുടങ്ങിയവർ സംസാരിച്ചു. ബസ് മാഫിയ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന കുന്നുകുളം പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബസ്സുകളുടെ മത്സരയോട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നുകുളം റൂട്ടിൽ ബസ്സുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സാമൂഹ്യ മാധ്യമത്തിൽ തുറന്നു കാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് ആരോപിച്ചാണ് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് ഡിസിസി സെക്രട്ടറി കെ.സി. ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി.ജെ. സ്റ്റാൻലി അധ്യക്ഷനായി. കെ.പി.സി.സി സെക്രട്ടറി സി.സി. ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, ഡിസിസി സെക്രട്ടറി ബിജോയ് ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. ശ്യാംകുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം മാറ്റിവെച്ചു. എഡിഎമ്മുമായി ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത കമ്പനി യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയും ബന്ധപ്പെട്ടവരെ അറിയിക്കാതെയും അനുമതിയില്ലാതെയും നടത്തുന്ന അശാസ്ത്രീയമായ നിർദ്ദേശങ്ങളാണ് സ്വകാര്യ ബസ് ഉടമകളെ സമരത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത്. 2 ദിവസമായി നടന്ന സമരം മൂലം ഈ വഴിയുള്ള യാത്രക്കാർ വല്ലാതെ വലഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടത്. എ.ഡി.എം. മുരളിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസ് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. ജില്ലാ കളക്ടർ തിങ്കളാഴ്ച KSTP, അതുപോലെ തന്നെ കരാറുകാർ, അതുപോലെ തന്നെ ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വിശദമായിട്ട് ചർച്ച നടത്തി ഇതിനൊക്കെ വ്യക്തമായ നോംസ് ഉണ്ടാക്കും എന്ന് അദ്ദേഹം നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ബസ് സർവീസ് നിർത്തിവയ്ക്കൽ സമരം മാറ്റിവെച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഇനി പൊളിക്കുമ്പോൾ ബന്ധപ്പെട്ടവരായിട്ട് എല്ലാവരായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഇനി പൊളിക്കാൻ പാടുള്ളൂ. ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം അവിടെ കമ്പനിക്കാർ എടുക്കാൻ പാടുള്ളൂ. നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ കാരണം ഏറെ ദൂരം ചുറ്റിവളഞ്ഞാണ് ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. ഇത് അധികൃതരുമായി ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നുവെന്നും ഉടമകൾ പറയുന്നു. ചെറിയ ഓട്ടോറിക്ഷ വന്നാൽ പോലും പോവാത്ത റോഡാണ്.
അത്തരം സ്ഥിതി വന്നാൽ ഒരു സമാധാനം പറയാൻ ആളില്ല, ചോദിക്കാൻ ആളില്ലാത്ത സാഹചര്യം വന്നപ്പോൾ വണ്ടി നിർത്തിവെക്കുക, സമരമൊന്നും അത്. തിങ്കളാഴ്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മേയർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സംഘടനാ ഭാരവാഹികൾ എന്നിവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വീണ്ടും വിശദമായ ചർച്ച നടത്തും. ഇതിൽ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാണ് ബസ് ഉടമകൾക്കുള്ളത്. തിങ്കളാഴ്ച 11:30 കൂടുന്ന യോഗത്തിൽ കൃത്യമായിട്ടുള്ള നോംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സമരം മാറ്റിവെക്കേണ്ടായിട്ടുള്ളൂ. ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ക്വാഡ് വർക്ക് നടത്തണം. പണിയുടെ സമരം മാറ്റിവെച്ച സാഹചര്യത്തിൽ റൂട്ടിൽ ബസ്സുകൾ സർവീസുകൾ പുനരാരംഭിച്ചു. ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MS പ്രേംകുമാർ, ചെയർമാൻ KV ഹരിദാസ്, വിവിധ സംഘടനാ ഭാരവാഹികളായ KK സേതുമാധവൻ, AC കൃഷ്ണൻ, VA ഷംസുദ്ദീൻ, മുജീബ് റഹ്മാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. മതിലകത്ത് മോഷണ കേസിൽ അറസ്റ്റിലായ പ്രതി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വാടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് രക്ഷപ്പെട്ടത്. മതിലകം പുതിയകാവിലെ സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് ബാദുഷയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു. ഇതെടുക്കാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടെ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയ സമയത്ത് ആലപ്പുഴ SD കോളേജിന് സമീപം വെച്ച് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് ബാദുഷയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു. ചാലക്കുടി ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ വാടക കുടിശ്ശിക വാങ്ങാനെത്തിയ മുറിയുടമയും കട നടത്തിപ്പുകാരനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുറിയുടമയ്ക്ക് വെട്ടേറ്റു. എറണാകുളം പാലാരിവട്ടം സ്വദേശി അലേഷ്യകോടത്ത് മിൽട്ടനാണ് വെട്ടേറ്റത്. ഇയാളെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിന് ശേഷം വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മേലൂർ കാലടി കൂരൻ വീട്ടിൽ വർഗീസിനെ നാട്ടുകാർ ബലമായി കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. സണ്ണി ഷോപ്പിംഗ് കോംപ്ലക്സിലെ മിൽട്ടന്റെ പേരിലുള്ള മുറിയിൽ റോസ് ഒപ്റ്റിക്കൽ എന്ന സ്ഥാപനം നടത്തുന്ന വർഗീസ് 1 വർഷമായി വാടക നൽകിയില്ലെന്ന് പറയുന്നു. നേരത്തെ നടന്ന തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി മിൽട്ടനും സുഹൃത്തുക്കളും ചേർന്ന് പൂട്ടിക്കിടക്കുന്ന കടയുടെ ഷട്ടർ വെൽഡ് ചെയ്ത് തുറക്കാൻ പറ്റാത്ത വിധമാക്കിയിരുന്നു. എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെ എത്തിയ വർഗീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഷട്ടർ തല്ലി തകർത്ത് അകത്ത് കടന്നു. തുടർന്ന് മുറിയിൽ നിന്നും ഇറക്കി വിടാനെത്തിയ മിൽട്ടനും സംഘവുമായി വർഗീസ് ഏറ്റുമുട്ടി. കടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വടിവാൾ എടുത്ത് വെട്ടുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ വർഗീസിനെ കെട്ടിയിട്ട ശേഷം പോലീസിൽ ഏൽപ്പിക്കുക. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന് സമീപം ദേശീയപാതയിൽ മിനി ടെമ്പോ വൈദ്യുതി തൂണിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന മിനി ടെമ്പോയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. വാഹനം കയറി സമീപത്തെ കടയിലെ ഫ്രൂട്ട്സും നശിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളികൾ മന്ത്രി R. ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുട ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് ഓണം അഡ്വാൻസ്, ഉത്സവ ബത്ത എന്നിവ അനുവദിക്കുക, മിനിമം വേതനം 900 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ഷാനവാസ് അധ്യക്ഷനായിരുന്നു. റോസി റപ്പായി, താഹിറ മതിലകം, ബീന സെബാസ്റ്റ്യൻ, മറീന ഔസേഫ്, സരസ്വതി അനന്തൻ, ദീപ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി കുട്ടികൾക്ക് പരിശീലനത്തിനായി കല്ലേറ്റുങ്കര നിപ്മറിൽ സ്കേറ്റിംഗ് ട്രാക്ക് നിർമ്മാണം പൂർത്തിയായി. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 88.8 ലക്ഷം രൂപ ചെലവഴിച്ച് അപകടരഹിതമായി ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള ട്രാക്കാണ് ഒരുക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിക്കും. എളവള്ളി പഞ്ചായത്തിൽ മണച്ചാൽ പ്രദേശത്തെ 64 ഏക്കർ ഭൂമിയിൽ കൃത്രിമ തടാകം സൃഷ്ടിക്കുന്നതിന്റെ നടപടി ത്വരിതഗതിയിലാക്കാൻ മന്ത്രി MP രാജേഷ് തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. എളവള്ളി പഞ്ചായത്തിൽ സ്ഥാപിച്ച ഡയപ്പർ ഡിസ്ട്രോയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കൃത്രിമ തടാകത്തിന്റെ സവിശേഷതകളും പ്രാധാന്യവും വിശദീകരിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. 2023-24 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഡയപ്പറുകൾ നശിപ്പിക്കുവാൻ ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ചത്. MLA മുരളി പെരുന്നെല്ലി അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർ PM ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. സമയത്ത് ചിന്തിക്കുന്ന കാര്യം ഇത് ഇവിടെ വലിച്ചെറിയണോ ഇവിടെ വഴിക്ക് വലിച്ചെറിഞ്ഞാൽ മതിയോ എന്നുള്ള കാര്യമാണ്. കുറെ പേര് ഇവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകും, ബാക്കി ആൾക്കാർ പോകുന്ന വഴിക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകും. തുടർന്ന് ഉദ്യോഗസ്ഥരോടെല്ലാം പറഞ്ഞു ഇത് നമ്മൾ പഠിക്കണം, ഇത് എല്ലാ പഞ്ചായത്തുകളിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, കേരളം മുഴുവൻ വ്യാപിപ്പിക്കാവുന്ന ഒരു മാതൃകയാണ് ഇത് എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും
ശ്രീ വിദ്യാരാധനെയും. ഇളവള്ളി പഞ്ചായത്ത് തനതായി രൂപകൽപ്പന ചെയ്ത ഡയപ്പർ സംസ്കരണ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. കണിയാംതുരുത്തിൽ പഞ്ചായത്തിന്റെ വാതക ശ്മശാനത്തോട് ചേർന്നാണ് 15 ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ഹരിതകർമ്മസേന വഴി നിശ്ചിത കളക്ഷൻ പോയിന്റുകളിൽ നിന്നും ഡയപ്പർ മാലിന്യം ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിലെത്തിക്കും. LPG ഗ്യാസും വൈദ്യുതിയും ഉപയോഗിച്ചാണ് ഡയപ്പർ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. കത്തിക്കുന്ന ഡയപ്പറുകളുടെ ചാരം പ്രത്യേകം തയ്യാറാക്കിയ ട്രേകളിൽ ശേഖരിച്ച് അമ്പലമേടുള്ള കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കൈമാറും. ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു പദ്ധതി വികസിപ്പിച്ചെടുക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് എളവള്ളി മോഡൽ ഡയപ്പർ സംസ്കരണ കേന്ദ്രം സംസ്ഥാനത്തിനാകെ മാതൃകയാവുകയാണ്. ശസ്ത്രക്രിയയിലെ അപാകത മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വിമുക്ത ഭടൻ ചാലക്കുടി പോട്ടയിലെ ധന്യ ആശുപത്രിക്ക് മുൻപിൽ നിരാഹാര സമരം നടത്തി. വിആർപുരം സ്വദേശി AP സെബാസ്റ്റ്യനാണ് സമരം നടത്തിയത്. 2022 കാലിന്റെ ഞരമ്പിനേറ്റ ക്ഷതത്തെ തുടർന്നാണ് താൻ പോട്ട ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. വലതുകാലിലെ ശസ്ത്രക്രിയയ്ക്ക് 3 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ഹൃദയാഘാതമടക്കമുള്ള അവസ്ഥയായപ്പോൾ ഡോക്ടർമാർ മറ്റ് ആശുപത്രിയിൽ എത്തിക്കുവാൻ നിർദ്ദേശിച്ചു. അങ്കമാലി ആശുപത്രിയിൽ പിന്നീട് 3 ശസ്ത്രക്രിയകൾ നടത്തിയാണ് തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. പോട്ടയിൽ നടന്ന ശസ്ത്രക്രിയയിൽ കാലിന് അണുബാധയേറ്റു. 10 ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവിന് സ്വന്തമായുണ്ടായ വീട് വിറ്റു. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. കൊടകരയിൽ പ്രവർത്തിക്കുന്ന സ്നേഹ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹലേഖന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്നേഹപ്രകടനം ചാറ്റിംഗിലും ഫോൺ വിളിയിലും മാത്രമായി ഒതുങ്ങുന്ന കാലത്ത് മനസ്സിലെ ഇഷ്ടങ്ങൾ സ്വന്തം ഭാഷയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി അറിയിക്കാവുന്ന കത്തെഴുത്ത് കലയെ വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സ്നേഹലേഖന മത്സരം. പ്രണയിനികളോടോ കുടുംബാംഗങ്ങളോടോ ഉള്ള സ്നേഹം A4 ഷീറ്റിന്റെ ഒരു വശത്ത് മാത്രമായോ ഇൻലാൻഡ് ലെറ്റർ കാർഡിലോ മലയാളത്തിൽ സ്വന്തം കൈപ്പടയിൽ പേന കൊണ്ടെഴുതിയാണ് അയക്കേണ്ടത്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ ആയ യഥാർത്ഥ വ്യക്തിയെ അഭിസംബോധന ചെയ്താണ് എഴുതേണ്ടത്. ദേശീയ തപാൽ ദിനമായ ഒക്ടോബർ 10-നകം സ്നേഹ മ്യൂസിയം കൊടകര എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഓഫീസ് മാനേജർ സിൽജ അരുൺ, പബ്ലിസിറ്റി മാനേജർ ML സ്മിഷ എന്നിവർ പങ്കെടുത്തു. നടത്തറ ബാറിലുണ്ടായ ആക്രമണത്തിൽ 2 പേരെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ ജൂബിലി നഗർ സ്വദേശി പുളിക്കൻ വീട്ടിൽ രാജേഷ്, സഹോദരൻ ബനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ബാറിൽ വെച്ച് നടത്തറ SN നഗർ സ്വദേശി മുത്തേടത്ത് രൂപേഷിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് ഇരുവരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് ദ്വാരക ബീച്ചിൽ അടിഞ്ഞ തിമിംഗലത്തെ ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിമിംഗലത്തിന്റെ ജഡം ദ്വാരക ബീച്ചിൽ അടിഞ്ഞത്. ചാവക്കാട് സീനിയർ വെറ്ററിനറി ഡോക്ടർ ശർമിളയുടെയും എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരായ സനോജ് US, റൈജോ ജോയ് N, വൈശാഖ് KV, അഷ്റഫ് PH, ഉണ്ണികൃഷ്ണൻ VS എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കരിച്ചത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ കരൂപ്പടന്ന പള്ളിനട അനിക്കരയിൽ താമസിക്കുന്ന പുളിമൂട്ടിൽ സഗീർ ചികിത്സാ സഹായം തേടുന്നു. ക്യാൻസർ ബാധിച്ച് സഗീറിന്റെ ഒരു കിഡ്നി നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യാൻസർ ശ്വാസകോശത്തിലേക്കും ബാധിച്ചിരിക്കുകയാണ്. ഇമ്മ്യൂണൽ തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത്. തിരുവനന്തപുരം RCCയിലാണ് ചികിത്സ. ഇതുവരെയുള്ള ചികിത്സകൾ പലരുടെയും സഹായത്താൽ നടന്നു. ജന്മനാൽ കൈക്ക് ചെറിയ അംഗവൈകല്യമുണ്ടെങ്കിലും സഗീർ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കൂലിപ്പണിയെടുത്താണ് കുടുംബം പുലർത്തിയിരുന്നത്. മകളുടെ കല്യാണത്തിന് വായ്പയെടുത്ത 5 ലക്ഷം രൂപ തിരിച്ചടവ് മുടങ്ങി 13 ലക്ഷത്തിലെത്തി വീട് ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. സഗീറിന്റെ ചികിത്സയ്ക്കായി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ നിഷ ഷാജി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് സഗീറിന്റെ അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ചാലക്കുടി SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. കൂടപ്പുഴ സുബ്രഹ്മണ്യ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങ് യൂണിയൻ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഗുരുപൂജ, പ്രാർത്ഥന, ഗുരുദേവ കൃതികളുടെ ആലാപനം, അന്നദാനം എന്നിവ നടന്നു.
SNDP യോഗം ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം ശാഖയിൽ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അഖിലേഷ് ശാന്തി, നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താമ്പറമ്പിൽ, ശാഖാ വനിതാ സംഘം പ്രസിഡന്റ് പരിമള മോഹനൻ എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി പൈങ്കുളം SNDP മേച്ചേരിക്കുന്ന് ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുദേവ സമാധി ദിനം ആചരിച്ചു. SNDP ചേലക്കര യൂണിയൻ സെക്രട്ടറി KR വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. SNDP ഡയറക്ടർ ബോർഡ് അംഗം സുജ സുദേവൻ, ചേലക്കര യൂണിറ്റ് സെക്രട്ടറി BM ധർമ്മപാലൻ, മാളവിക ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരനായ മകന്റെ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ രൂപങ്ങൾ നിർമ്മിക്കുകയാണ് ഈ അമ്മ. മാള കുന്നത്തുകാട് മംഗലത്ത് ഇന്നലെയാണ് മകനെ പരിചരിക്കുന്നതിനിടയിൽ മനോഹരമായ രൂപങ്ങൾ ഒരുക്കുന്നത്. ഗുളികകളുടെ പുറത്തുള്ള കവചത്തിൽ മനുഷ്യന്റെ മുഖരൂപം ഒരുക്കി നിറം നൽകും. എക്സ്റേ ഫിലിം ഉപയോഗിച്ച് വിവിധ രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. മകന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതെല്ലാം ഇന്ദിരയുടെ കരവിരുതിനുള്ള വസ്തുക്കളാണ്. കൂടാതെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ മനോഹരമായ രൂപങ്ങളാക്കി മാറ്റും. പാള, വെളുത്തുള്ളിയുടെ തോട്, സവാള, പഴത്തൊലി, തേങ്ങയുടെ തൊപ്പിഭാഗം, വിറക്, പ്ലാസ്റ്റിക് കവർ എന്നിങ്ങനെ കിട്ടുന്നതെല്ലാം കലാസൃഷ്ടികളാക്കും. കോവിഡ് കാലഘട്ടത്തിലാണ് കൂടുതൽ സമയം കരവിരുതിനായി മാറ്റിവെച്ചത്. എൻ്റെ മകൻ ഒരു ഭിന്നശേഷിക്കാരനാണ്. അവന് വേണ്ടിയിട്ടും അവനെ കൂട്ടിയിട്ടും അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അവൻ്റെ മെഡിസിൻ സാധനങ്ങളാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മെനയുന്ന രൂപങ്ങൾ വിൽക്കാൻ ശ്രമിക്കാറില്ലെങ്കിലും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കും. കുട്ടികൾക്ക് വേണ്ടി ആവശ്യമെങ്കിൽ സൗജന്യമായി നൽകാനും ഇന്ദിര തയ്യാറാണ്. 23-കാരനായ മകനെ പരിചരിക്കുന്നതിനിടയിൽ ഇന്ദിരയ്ക്ക് ഏക വിനോദം ഇതുതന്നെയാണ്. TCV ന്യൂസ്, മാള. സർവോദയ മണ്ഡലം കസ്തൂർബ ഗാന്ധി സ്മാരക ട്രസ്റ്റ്, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിശ്വശാന്തി സെമിനാർ സംഘടിപ്പിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ VS ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ മണ്ഡലം സെക്രട്ടറി PS സുകുമാരൻ, P രാജേന്ദ്രൻ, PJ കുര്യൻ, മോഹൻ താഴത്തുപുര തുടങ്ങിയവർ സംസാരിച്ചു. SNDP നടുവിൽക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം നടത്തി. ആചാര്യൻ അനിൽ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജയും സമൂഹാർച്ചനയും നടന്നു. ശാഖാ പ്രസിഡന്റ് പ്രേജൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ബോർഡ് മെമ്പർ പ്രകാശൻ കടവിൽ, സെക്രട്ടറി രഘുനന്ദനൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺജിത്ത് എന്നിവർ സംസാരിച്ചു. SNDP ഗുരുവായൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ആചരണം സമാപിച്ചു. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന സമാപന സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PA സജീവൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കാഞ്ഞിരപ്പറമ്പിൽ രവീന്ദ്രൻ ദീപാർപ്പണം നടത്തി. സദ്ഗുരു പാഥയും സമഗ്ര വിജയത്തിന് എന്ന വിഷയത്തിൽ കവി രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം AS വിമലാനന്ദൻ സമാധി ദിന സന്ദേശം നൽകി. അന്തിക്കാട് SNDP ശാഖയുടെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KB ഷമ്മി അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി വേണുഗോപാൽ കൂനത്ത്, ദിലീപ് തെക്കൂട്ട്, രാജീവൻ കുന്നത്ത്, ചന്ദ്രൻ കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീനാരായണ സ്തോത്ര പാരായണവും പ്രസാദവോട്ടും നടന്നു. വാണിയമ്പാറ ശ്രീനാരായണ ഗുരുഭക്ത സമാജത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ആചരിച്ചു. സമാജം രക്ഷാധികാരി MK സ്വാമിനാഥൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാജം സെക്രട്ടറി NC രാഹുൽ, ജോയിന്റ് സെക്രട്ടറി CM രാജൻ, എക്സിക്യൂട്ടീവ് അംഗം KA രാമകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി പഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും ചേർന്ന് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃത്തല്ലൂരിൽ നടന്ന ക്യാമ്പ് വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS അനുശ്രീ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
അന്തിക്കാട് തെരുവുനായിയെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴിയിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞിരുന്ന തെരുവുനായ്ക്കാണ് വെട്ടേറ്റത്. എല്ലാ ദിവസവും രാത്രിയിൽ നായ്ക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹിയായ പീച്ചെടുത്ത അശോകൻ വെള്ളിയാഴ്ച രാത്രി ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം രക്തം വാർന്ന നിലയിൽ നായയെ കണ്ടത്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് 2 ചെവികളിലും കുത്തി മുറിവേൽപ്പിച്ചിട്ടുമുണ്ട്. തെരുവുനായെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് അശോകൻ ആവശ്യപ്പെട്ടു. കല്ലടൊഴിയിൽ കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന നായ, ആർക്കും ഒരു ശല്യമില്ല. 2-3 നായ്ക്കളുണ്ട്. അവരൊക്കെ കൈയും കാലൊക്കെ ഒടിച്ചിട്ടുണ്ട്, കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. മറ്റവരൊക്കെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇവരെ നിരന്തരം ഉപദ്രവിക്കുന്നൊരു ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നണേ. ഇപ്പോൾ ഇവൻ്റെ വൈകുന്നേരം ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കഴുത്തിൽ കൂടെ ഇങ്ങനെ വെട്ടുകൊണ്ടിട്ട് വലിയൊരു പൊളിവായിട്ട് വന്നിരിക്കുന്നു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവിനെ കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. മതിലകം കൂളിമുട്ടം ഊമൻതറ സ്വദേശി പാമ്പിനെഴുത്ത് റസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന 730 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബെന്നി, മന്മഥൻ, പ്രിവന്റീവ് ഓഫീസർ അനീഷ് പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ്, സിജാദ്, സനാദ്, സേവ്യർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഭിഷേകം കൺവെൻഷൻ ധ്യാനവേദിയുടെ ആശീർവാദ കർമ്മം നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റി ഡോൺ കല്ലൂക്കാരൻ, ജനറൽ കൺവീനർ ജെയ്സൺ മഞ്ഞളി, ശതാബ്ദി കൺവീനർ നെപ്പോ ചെറമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 16 മുതൽ 20 വരെ വെണ്ടൂർ പള്ളിയിൽ നടക്കുന്ന കൺവെൻഷൻ ഫാദർ ഡൊമിനിക് വളമുനാൽ ആണ് നയിക്കുന്നത്. വയനാട് പുനരധിവാസത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളും BJPയും കോൺഗ്രസും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായ് CITU ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി അധ്യക്ഷത വഹിച്ചു. TK ശിവൻ, NB ബിജു, NM മിഥുൻ, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാംഗ്ലൂരു സ്വദേശിയും 20 വർഷത്തോളമായി വടക്കാഞ്ചേരി മേഖലയിൽ താമസിക്കുന്ന മഞ്ജു മകൻ 35 വയസ്സുള്ള ശങ്കറാണ് മരിച്ചത്. വർഷങ്ങളായി വടക്കാഞ്ചേരി മേഖലയിൽ സ്റ്റേഷനിലും ട്രെയിനിലും മറ്റും ഭിക്ഷാടനം നടത്തി വന്നിരുന്ന സംഘത്തിലെ അംഗമാണ് ശങ്കർ. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കലാവേദി സംഘടിപ്പിച്ച കുട്ടികളുടെ ഏകദിന നാടക ശില്പശാല തൃശൂർ ഡ്രാമ സ്കൂൾ മേധാവി നജ്മുൾ ഷാഹി ഉദ്ഘാടനം ചെയ്തു. നാടകപ്രവർത്തകൻ സുരേഷ് മുട്ടത്തി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗം മിനി പോളി, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, C മുകുന്ദൻ, CS നന്ദന, ജയൻ കാളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KSU വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, അജിത് പേരമ്പിലാവ്, അഹ്സാൻ ഷെയ്ഖ്, അക്ഷയ് വിളറക്കാട്, നിഹാൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. വിള്ളറക്കാട് ദുബായ് റോഡിൽ മയിലിനെ വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ VS സനോജ്, AV റൈജോ, N വൈശാഖ്, റെസ്ക്യൂ വാച്ചർ PH അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ മയിലിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി.
കൊഴിഞ്ഞാമ്പാറ ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പോൾ തേക്കാനത്തിന്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷിച്ചു. കണ്ടശങ്കടാവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്ന ജൂബിലി ആഘോഷം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോസ് ചാലക്കൽ, കോയമ്പത്തൂർ പ്രേക്ഷിത CMI പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ ഫാദർ വിൽസൺ ചാക്കിയത്ത്, ഫാദർ റൂബർട്ട് പാനിക്കുളം, ജെയിംസ് മുട്ടിക്കൽ, പ്രൊഫസർ TR പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3323 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ ഡെങ്കിപ്പനി പടരുന്നു. നോർത്ത് ചാലക്കുടിയിലെ ഒരു സ്ഥാപനത്തിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രണ്ട് മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്ന് പ്രതിഷേധിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു. ADMുമായി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. മതിലകത്ത് മോഷണ കേസിൽ അറസ്റ്റായ പ്രതി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് രക്ഷപ്പെട്ടത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.